ക്ലാസ്സിലെ കുട്ടികൾക്ക് മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പേട് കവിതയുടെ ടെസ്റ്റിലുള്ള ചോദ്യോത്തരങ്ങൾ എല്ലാം തന്നെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് ഓരോരോ ചോദ്യങ്ങളും വായിക്കാം. ധൂപ് സിലീത്തോ ബിഗർ ഗയി കതരൻ കതരൻ ചായയും ചെറിയ ചെറിയ കഷ്ണങ്ങളായി ചിതറിപ്പോയി. ഇസ്സേ ക്യാ ദൃശ്യ ഊപ്പർ ജാത്തായി, എന്ത് ദൃശ്യമാണ് അവിടെ കാണുന്നത്? അപ്പോൾ ഇൻ പങ്ക്തിയും ഈ വരികളിലൂടെ ഏക്ക് ജീവന്ത് ദൃശ്യം, ഒരു ജീവനുള്ള ദൃശ്യമാണ് പ്രസ്തുത കർത്തി അവതരിപ്പിക്കുന്നത്. ജഹാം ധൂപ് കോ സിൽനേക്ക് കോശിഷ് കി ജാത്തി ഹേ, എവിടെയാണോ ധൂവിനെ നെയ്യുവാനുള്ള ശ്രമം നടത്തിയത്, ലേക്കിൻ വഹ് ചായാക്ക് ചോട്ടെ ചോട്ടെ ടുക്കടോമയും ബിഹർ ജാത്തി, അത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിതറിപ്പോയി എന്ന് പറയും. ഈ ദൃശ്യം പ്രകൃതിക്ക് അസ്ഥിരത, പ്രകൃതിയുടെ അസ്ഥിരതകളെക്കുറിച്ചും ക്ഷണഭംഗുരത, നൈമിഷികമായ ജീവിതത്തെക്കുറിച്ചും അസ്ഥിരതകളെയുമാണ് കോ ദർശാത്താഹെ ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മിട്ടി രംഗ് ഹവാ പാനി കോ ജോഡാ ദിയാ തരാശ്, ഇതിനെല്ലാം കൂടി പരുവപ്പെടുത്തിയെടുത്തു. ഇസ്കാ താല്പര്യ ക്യാഹെ, ഇതിൻ്റെ താല്പര്യം, ഇതിൻ്റെ അർത്ഥം എന്താണ്? ഇസ്കാ താല്പര്യ ഹേക്കി, ഇതിൻ്റെ താല്പര്യം ഇതാണ്, ഇതിനെ കൊണ്ട് അർത്ഥമാക്കുന്നത് ഇതാണ്. മിട്ടി രംഗ് ഹവ ഔർ പാനി കോ മിൽക്കർ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് കിസി ചീസ് കോ ആകാർ ദിയാ ഗയാ, ഏതെങ്കിലും ഒരു വസ്തുവിന് നമ്മൾ ഇതെല്ലാം കൂടെ ചേർന്ന് മിട്ടിയും രംഗും ഹവായും പാനിയും എല്ലാം കൂടെ ചേരുമ്പോഴാണ് ഒരു രൂപമാക്കുന്നത്. ബനാദിയ, ഉണ്ടാക്കാനായിട്ട് ബനാഗയാഹെ, നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതല്ല നിർണ്ണം. യഹ് അക്സർ മിക്കവാറും കലാ ശില്പ് ഔർ നിർമ്മാണ പ്രക്രിയക്ക വർണ്ണൻ കർത്താഹെ, ഇതെന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? കലയെ അല്ലെങ്കിൽ ശില്പത്തെ അല്ലെങ്കിൽ ശില്പനിർമ്മാണത്തിൻ്റെ പ്രവൃത്തികളെയാണ് ഇത് വർണ്ണിക്കുന്നത് എന്നാണ് പറയുന്നത്. മൂന്നാമത്തെ ചോദ്യം തന്നിരിക്കുന്നത് രംഗ് മഹങ്ക് കി സുയി സിലായി, ഇസ്കാ മതലബ് ക്യാഹെ, എന്ത് ചെയ്ത് രംഗും മഹഗ് സുഗന്ധവും ഒക്കെ എന്ത് ചെയ്ത് ഹുയി സിലായി നെയ്തെടുക്കാൻ ശ്രമിച്ചു. ഇസ്കാ മതലബ് ക്യാഹെ, ഇതിൻ്റെ മതലബ് എന്താണെന്ന് ചോദിച്ചാൽ ഇസ്കാ മതലബ് ഹേ കി രംഗവും ഔർ ഖുഷ്ബുവും കോ ഏക്ക് സാത്ത് മിൽക്കർ, നിറങ്ങളും മണവും കൂടെ ഒന്നിച്ച് ചേർന്ന് ഏക്ക് സുന്ദർ ഔർ ആകർഷക രചനാപനായ, ഒരു മനോഹരമായ ആകർഷകമായ ഒരു സൃഷ്ടി ഉണ്ടാകുന്നു. ജിസ് പ്രകാരമാണോ സിലായി മേം വിഭിന്ന ധാഗവും കോ ഏക്ക് സാത്ത് ജോഡുക്കർ, ഈ നെയ്ത്തിൽ വിഭിന്ന ചരടുകളെ ഒന്നിച്ച് ചേർത്തിട്ട് ഏക്ക് കപ്പട ബനായ ജാത്താ ഹെ, ഒരു വസ്ത്രം നെയ്യുന്നത് പോലെ ഉസി പ്രകാർ രംഗ് ഔർ ഖുഷ്ബു കോ മിലാക്കർ ഒന്നിച്ചേർത്ത് ഏക്ക് നയാ അനുഭവം ബനായ ഹെ, ഒരു പുതിയ അനുഭവം ഉണ്ടാക്കുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത ചോദ്യം നോക്കുക. വൻകെ പേടുമേം വൻകെ സ്വാദിസിലെ, വനത്തിലെ വൃക്ഷങ്ങൾ വനത്തിൻ്റെ സ്വാദ് നെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇസ്കാ മതലബ് ക്യാഹെ. യഹ് വൻകി സഭി വിശേഷതാവും, വനത്തിൻ്റെ എല്ലാ സവിശേഷതകളും, ജൈസെ ഉൻകി പ്രാകൃതി സുന്ദരത, പ്രകൃതിദത്തമായ സൗന്ദര്യങ്ങൾ, ശാന്തി ഔർ വന്യജീവൻ വനിക്കെ പേട് മേ ഗഹരായി സെ സമാഹിതുക, ഇതെല്ലാം കൂടെ പേടിൽ വനത്തിലെ വൻകെ പേടുമേയും വനത്തിലെ വൃക്ഷങ്ങളിൽ ഗഹരായി സെ ആഴത്തിൽ എന്ത് ചെയ്ത് സമാഹിത ഒന്നിച്ചു ചേർന്നേക്കാണ്. പേട് വൻക പ്രതിനിധിത്വ കർത്താഹെ, പേട് എന്ത് ചെയ്യുന്നു? വനത്തെ എന്ത് ചെയ്യുന്ന, വനത്തിൻ്റെ പ്രതിനിധിത്വം ചെയ്യുന്നതാണ്. വൻകെ മഹത്വ റുസ്കി രക്ഷാ കർണയ്ക്ക് ആവശ്യകത പർ ഭി സോർദിയായ, വനത്തിൻ്റെ മഹത്വവും അതിനെ സംരക്ഷിക്കേണ്ടത് ആവശ്യത്തെക്കുറിച്ചുമാണ് ഇത് നമ്മളോട് പറയുന്നത്. അടുത്തെന്താണ്? അപ്പനി സിന്ദഗിക്കോ കൈസ സിൽന ചാഹത്തെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ എങ്ങനെയാണ് നെയ്തെടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് ചോദ്യത്തിന് നമുക്ക് നോക്കാം. സിന്ദഗിക്കോ സിൽനക്ക അർത്ഥ്, സിന്ദഗിയെ നെയ്തെടുക്കുക എന്ന് പറഞ്ഞാൽ അപ്പനെ ജീവൻ കോ ഏക്ക് സാത്ത്, നമ്മുടെ ജീവിതത്തെ ഒന്നിച്ചു ചേർക്കുക എന്നോ, അല്ലെങ്കിൽ ഉസേ വ്യവസ്ഥിത് കർണ, അതിനെ ക്രമീകരിക്കുക എന്നോ, അല്ലെങ്കിൽ ഉസേ ഏക്ക് അർത്ഥമുള്ളതോ അല്ലെങ്കിൽ ഉദ്ദേശപൂർണമാക്കി തീർക്കുക എന്നുള്ളതാണ് ജീവിതത്തെ നെയ്തെടുക്കുക എന്ന് പറഞ്ഞാലും. മതലബ് എന്ന് വെച്ചാൽ ജീവൻ കോ ലക്ഷ്യവും അവർ മൂല്യവും ഹോനാച്ച, ജീവിതത്തിൽ എന്ത് വേണം? ലക്ഷ്യങ്ങളും മൂല്യങ്ങളും ഉണ്ടായിരിക്കണം. സാത്വിക്, ഒപ്പം തന്നെ ഈമാൻദാരി ദയാലുത ഹോനാച്ചാകെ, നമ്മൾ എന്തുവേണം? വിശ്വസ്തത ഉണ്ടായിരിക്കാൻ ദയാലുത ഉണ്ടായിരിക്കുകയും വേണം. പിന്നീട് മാത്രമല്ല കല സംഗീത് ഔർ കേൾമയും രുചി ബണാക്കർ, നമ്മുടെ ജീവിതം കലയും സംഗീതവും കളികളുമായിട്ടുള്ള അഭിരുചികൾ വർദ്ധിപ്പിച്ച് ഹമേം അപ്പനെ സിന്ദഗിമേയും, നമ്മുടെ ജീവിതത്തിൽ ഖുഷി ഔർ സന്തുഷ്ടി ബനേകി, നമ്മൾ എന്തുണ്ടാക്കിയെടുക്കണം? നമ്മുടെ ജീവിതത്തിൽ സന്തോഷവും സന്തുഷ്ടിയും ഉണ്ടാക്കിയെടുക്കണം. സബ്സെ ബഡി ബാത്ത് ഹേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അപ്പനെ ജീവൻ കോ ബഹത്തർ ബനാനേക്കിൽ, നമ്മുടെ ജീവിതത്തെ ഏറ്റവും നന്നാക്കാൻ വേണ്ടിയിട്ട്, ഏറ്റവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് ലഗാത്താർ പ്രയത്നകാരിയും, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിക്കുകയും വേണം.
അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കവിതാമേം പേട് കിൻ കിൻ കോ സിൽത്ത, എന്തിനെയൊക്കെയാണ് നെയ്ത് ചുൻകർ നീച്ചേ ലിഖേം എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏതൊക്കെയാണ്? ധൂപുണ്ട്, ഘോംസലയുണ്ട്. ആൻസറാണ് ഞാൻ പറയുന്നത്. ധൂപ്, കോംസലെ, ഹവ, ഫൂല്, സെമീന്, ഇവയെല്ലാം എന്താണ്? കവിതാമേം പേട് കോ സിൽത്താഹെ, പേട് നെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് ഉത്തരം? ധൂപ്, കോംസലയും, ഹവായയും, ഫൂല്, സെമീൻ ആദി. അടുത്ത ചോദ്യം നോക്കാം. സംബന്ധ് പകച്ചാനെയും അവർ ജോഡെ ബനായേയും, ബന്ധം മനസ്സിലാക്കി ചേർക്കുക. അവിടെ ഒരു സൈഡിൽ ധൂപ് തന്നിട്ടുണ്ട്, മിട്ടി, പാനി, പൂല് ചേരുമ്പടി ചേർക്കാനായിട്ട് എതിർഭാഗത്ത് പശ്മിനയും ഛായ, രംഗ്, ആകാശ് തന്നിട്ടുണ്ട്. അപ്പം ധൂപുമായി വരുന്നത്, ധൂപ് എന്തിനെയാണ്? ഛായ. മിട്ടി എന്തിനെയാണ്? രംഗ്. പാനി എന്താണ്? പാനി ആകാശാണ്. അടുത്തത് ഫൂല് പശ്മീനെ എന്നുള്ളതാണ്. അടുത്തത് കവിതാസേ ഏ ആശയവാലി പങ്ക്തിയാൻ ചുൻകല്, കവിതയിലുള്ള ആശയമുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യം ഏതൊക്കെയാണ്? ധൂപ് സിൽനെ സേ ഛായയും ബിഖർ ഗയി ഹേ എന്നതിൻ്റെ ആശയമുള്ള വരികൾ ധൂപ് സിലീത്തോ ബിഖർ ഗയി കതരൻ കതരൻ ഛായയും എന്നുള്ളതാണ്. പേടുമേം രംഗ് ഔർ സുഗന്ധ് കോ കി സിലായി കി എന്നുള്ളതിന് ആൻസർ എന്താണ്? രംഗ് മഹങ് കി ഹുയി സിലായി എന്നുള്ളതാണ്. പേടിനെ മിട്ടി, രംഗ്, ഹവ ഔർ പാനിയക്കോ തരാശക്കെ ജോഡ എന്നതിൻ്റെ വരികൾ ഏതാണ്? മിട്ടി, രംഗ്, ഹവ, പാനിയക്കോ ജോഡാ ദിയ തരാശ് എന്നുള്ളതാണ്. പേടിനെ പ്രത്യേക ഫലുമേം അപ്പന സ്വാദ് ഭരാഹെ എന്നുള്ളതിനുള്ള വരികളാണ്. ആമേം ആം കെ സ്വാദ് സിലേഹെ, ജാമുൻ മേം ജാമുൻ കെ, ബാഗ് മേം ബാഗ് കാ സ്വാദ് സിലേ ഹയും എന്നുള്ള വരികളും കൂടി ആണ്. അടുത്തത് ശബ്ദോം കാ ആപ്പസി സംബന്ധ് പകച്ചാനെ സിലെ ഔർ സിലി. സിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ബഹുവചനത്തിൽ ആണ്, സിലി എന്ന് വെച്ചാൽ സ്ത്രീലിംഗത്തിലാണ്. അപ്പം അതിനകത്ത് സിലെ ഘോംസലെ, സിലി ഹവായി, ഹവ സ്ത്രീലിംഗമായതുകൊണ്ട് സിലി വന്നത്, കിനാരെ ആയതുകൊണ്ടാണ് സിലെ വന്നത്, ജമീനയും ആയതുകൊണ്ടാണ് സിലി വന്നത്. അപ്പോൾ ആദ്യത്തിനകത്ത് പത്തേ എന്ന് പറയുന്നത് പുല്ലിംഗമാണ്. അപ്പോൾ സിലെ പത്തേ. പിന്നെ കലിയാം സ്ത്രീലിംഗമാണ്, അപ്പോൾ സിലിയും കലിയാം. നദിയാമും സ്ത്രീലിംഗമാണ്, അപ്പം സിലിയും നദിയാം. ഡാലിയാമും സ്ത്രീലിംഗമാണ്, അപ്പോൾ സിലിയും ഡാലിയാം എന്നത് നമ്മൾ ഉത്തരം കണ്ടെത്തണം. അടുത്ത ചോദ്യം നോക്കിയേ. പേട് കോ ദർജി ക്യോം കഹാ ഗയാ ഹെ, എന്തുകൊണ്ടാണ് ദർജി എന്ന് വിളിച്ച? ചർച്ച ചലായേം കവിതാക്ക ആശയ ലിഖേം എന്നുള്ളതാണ്. കവിതയുടെ ആശയം എഴുതുക, ചർച്ച ചെയ്ത് കവിതയുടെ. പേട്, അപ്പോൾ ആൻസർ നമ്മളിങ്ങനെ പറയാം. പേട് ഹമാരെ ജീവന്മേയും ബഹുത്വ മഹത്വപൂർണ്ണ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മഹത്തരമായിട്ടുള്ളതൊന്നാണ് പേടെന്ന് പറയുന്നത്. യഹ് അമീം ഛായ, ഹവ, ഛായ എന്ന് വെച്ചാൽ നിഴൽ, ഹവ വായു, ഫലങ്ങൾ, और फूल आदि देता है മുതലായി നൽകുന്നുണ്ട്. പേട് പ്രകൃതിക്കു സുന്ദരത ബനാത്താ ഹെ, പേട് പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നുണ്ട്. और हमारे पर्यावरण को संतुलित रखता है, നമ്മുടെ അന്തരീക്ഷത്തെ സന്തുലനാവസ്ഥയിലെത്തിക്കുന്നുണ്ട്. പേട് അപ്പനെ പത്തോം സെ ഛായ പ്രദാൻ കർത്തായ, വൃക്ഷങ്ങൾ തൻ്റെ ഇലകൾ കൊണ്ട് ഛായ നൽകുന്നുണ്ട്. അവർ എന്ത് ചെയ്യുന്നു? ഹവാക്കോ ശുദ്ധ കർത്താഹെ, വായുവിനെ എന്ത് ചെയ്യുന്നുണ്ട്? ശുദ്ധമാക്കുന്നു. ജിസ്സെ വാതാവരൺ ആരാംദായക ബെൻഡായ, അതുകൊണ്ട് അന്തരീക്ഷം എന്തായിരിക്കുന്നത്? വളരെ സുഖകരമായി തീരുന്നു. യഹ് ദർജിക്ക് കപ്പടേക്ക് തരക്, ദർജിയുടെ കപ്പടേക്ക് തരക്, കപ്പടയെ പോലെ തന്നെ സുരക്ഷ പ്രദാൻ കർത്താഹെ, ഇതെന്ത് ചെയ്തിരിക്കുന്നു? അപ്പോൾ ഇത് പറഞ്ഞത് നമുക്ക് ആരാംദായകമായി തരുന്നു എന്ന് പറഞ്ഞതിന് നമുക്ക് എന്തിനോട് ചേർക്കാം? യഹ് ദർജിക്ക് കപ്പടേക്ക് തരക് സുരക്ഷ പ്രദാൻ കർത്താഹെ, ദർജിയുടെ കപ്പടയെ പോലെ എന്ത് ചെയ്യുന്നു? സുരക്ഷ പ്രദാനം ചെയ്യുന്നതാണ്. പേട് അപ്പനെ ഫൂലും और ഫലവും സേ പ്രകൃതിക്ക് സുന്ദരത ബനാത്തെ, ഫൂലും ഫലം കൊണ്ട് പ്രകൃതിക്ക് സൗന്ദര്യം നൽകുന്നു എന്ന് പറയുന്നത് ജൈസെ. ഇങ്ങനെ നമുക്ക് പറയാം. ദർജി കപ്പടവും കോ ഡിസൈൻ കർക്കെ ഉനെ ആകർഷക ബനാത്തെ, ദർജി വസ്ത്രങ്ങൾ ഡിസൈൻ ചെയ്ത് ആകർഷകമാക്കുന്നത് പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പേട് തൻ്റെ ഫലങ്ങൾ കൊണ്ടും ഫൂലുകൾ കൊണ്ടും പ്രകൃതിയുടെ സൗന്ദര്യത്തെ വർദ്ധിപ്പിക്കുന്നത്. പേട് കൈ ജീവവും കോ ആശ്രയം അവർ ഭോജൻ പ്രദാൻ കർത്തെ, വൃക്ഷങ്ങൾ ഒരുപാട് ജീവികൾക്ക് ആശ്രയവും ഭക്ഷണവും നൽകുന്നു. ഏതുപോലെ? ദർജി ലോകവും കേലിയ കപ്പടെ ബനാക്കർ ഉൻകി ആവശ്യതാങ്കോ പൂരാകർത്തായി, ദർജി ആളുകളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വസ്ത്രങ്ങൾ നെയ്ത് എന്ത് ചെയ്യുന്നത് പോലെ, പൂരാകർത്ത നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നത് പോലെ വൃക്ഷങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത്? ജീവികൾക്ക് ആശ്രയവും ഭക്ഷണവും നൽകുന്നുണ്ട്. इसलिए
ഹം പേട് കാ സമ്മാൻ കർണാ ചാഹിയെ. നമ്മൾ അതുകൊണ്ട് തന്നെ വൃക്ഷങ്ങളെ ആദരിക്കണം. അവർ ഉൻകി രക്ഷാ കർണാ ഭി ചാഹിയെ. അവയെ നമ്മൾ എന്ത് ചെയ്യണം? സംരക്ഷിക്കുകയും വേണം. അടുത്ത ചോദ്യം എന്താണ്? കവിത ആപ്കോ കൈസെ ലിഖിയെ. എങ്ങനെ തോന്നി? അപ്പന മധു പ്രകട് കർത്തേ ഹുയെ കവിക്ക് നാം ഏക്ക് പത്ര ലിഖിയും. കവിയുടെ പേരിലൊരു കത്തെഴുതുക എന്നുള്ളതാണ് ചോദ്യം. അപ്പം കത്തിൻ്റെ ഫോർമാറ്റ് കൃത്യമാകണം. ഏറ്റവും മുകളിൽ സ്ഥാനെന്നും താരീഖെന്നും എഴുതി ആദരണീയ കവിയെ संबोधन ചെയ്തു. मैम आपको एक पत्र आपकी कविता पेड़ के बारे में अपनी राय व्यक्त करने के लिए लिख रहा है. मैम आपको താങ്കളോട് एक पत्र ഈ കത്ത് आपकी कविता पेड़ के बारे में താങ്കളുടെ കവിതയായ വൃക്ഷത്തെക്കുറിച്ച് അപ്പനി രായ് വ്യക്ത് കർണ എൻ്റെ സ്വന്തം അഭിപ്രായം വ്യക്തമാക്കാൻ വേണ്ടി ലിഖ്രഹാഹു എഴുതുകയാണ്. മുझे आपकी കവിത बहुत പസന്തായി. താങ്കളുടെ കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ആപ്നെ പേട് കോ ദർജി ബനാക്കർ ദർജി എന്ന് പറഞ്ഞുകൊണ്ട് ഏക്ക് ബഹുത്ത് കി സുന്ദർ ഔർ സാർത്ഥക രൂപ പ്രസ്തുതിക്കുക. മനോഹരവും അർത്ഥവത്തമായ രൂപമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. പ്രകൃതിക്ക് മഹത്വം ഔർ അപ്പനെ ദായിത്വക്കെ ബാരേമേം പ്രകൃതിയുടെ മഹത്വത്തെക്കുറിച്ചും അതിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചും സോച്ചിനെ ചിന്തിച്ചുകൊണ്ട് മസ്ബൂർ കർദിയ നമുക്ക് നമ്മളെ നിർബന്ധിപ്പിക്കാൻ സഹായകമായിരിക്കുന്നു. ആപ്കി കവിത ബഹുത്ത് സരൾ ഹെ. താങ്കളുടെ കവിത വളരെ ലളിതമാണ്. ഔർ ലേഖൻ കൗശൽക്ക് പ്രശംസ കർത്ത. താങ്കളുടെ എഴുത്തിനെ അതിയായി പ്രശംസിക്കുന്നു. ആശാ കർത്താഹും കി ഞാൻ ആഗ്രഹിക്കുകയാണ് ഭവിഷ്യമേം ഭി ഭാവിയിലും ഐസി ഹി പ്രേരണാദായക കവിതയും ലിഖേരിക്കെങ്കിൽ ഇങ്ങനെയുള്ള പ്രേരണാദായകമായ കവിത എഴുതാൻ താങ്കൾക്ക് അവസരം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ ഭവതി എന്നെഴുതുക, നാം എഴുതി, ഹസ്താക്ഷർ എന്നെഴുതി, നാം എഴുതി, പേജ് താഴ്ത്തി ഇടത് സൈഡിലേക്ക് മാറി സേവാമയം 2 അഡ്രസ്സ് കൊടുത്ത് വേണം കത്ത് അവസാനിപ്പിക്കേണ്ടത്. ഈ പാഠഭാഗത്തിലെ ചോദ്യോത്തരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു വീഡിയോയിൽ എത്തുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.